ഹായ് മക്കളെ, സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 9ാമത്തെ ചാപ്റ്റർ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ പരീക്ഷ 7-ാം തീയതി പരീക്ഷയാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്ലാസ്സുകൾ കേൾക്കുക, കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക. ഉറപ്പായിട്ടും നിറയെ മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ 9ാമത്തെ ചാപ്റ്റർ റീസൺ ഡെവലപ്ഡ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കണ്ടംപററി ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാലത്തുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അതായത് നമ്മൾക്ക് സമീപകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തെന്നുള്ളതൊന്നുമല്ല കേട്ടോ. അതായത് 1990 മുതൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട 5 സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇതൊന്ന് ചോദിക്കാം, അതേപോലെ 1 വേർഡ് ചോദിക്കാം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി 5 ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ലേറ്റ് 1980s ആൻഡ് ഏർലി 1990s എന്ന് ചോദിക്കാം. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായിരുന്ന 5 സംഭവ വികാസങ്ങളെക്കുറിച്ച് എഴുതുക എന്ന് പറയും. ചിലപ്പോൾ ഏതെങ്കിലും 2-3 സംഭവങ്ങളെക്കുറിച്ച് എഴുതാനായിട്ട് പറയും. അപ്പോൾ 5 എണ്ണം ആണെങ്കിൽ മക്കൾക്ക് ടെക്സ്റ്റിൽ ആ 5 എണ്ണം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ആ 5 ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ആ 5 എണ്ണം ഹെഡിങ്ങും അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫുകളും കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കത് മാർക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത് ചോദിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്കതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ചെറുതായിട്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക, എന്താണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. നമുക്ക് ചാപ്റ്ററുകൾ എടുക്കാൻ സമയം കുറവായതുകൊണ്ടാണ് അത് എടുക്കാതെ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ട മാർക്ക് നമുക്കിതൊന്ന് സ്കോർ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവങ്ങൾ 5 എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് 1980 കോൺഗ്രസ്സിനുണ്ടായ പരാജയം, അതായത് ഡിഫീറ്റ് ഓഫ് ദി കോൺഗ്രസ് പാർട്ടി ഇൻ 1989 ഇലക്ഷൻ. സെക്കൻഡ് വൺ, ദ മണ്ഡൽ ഇഷ്യൂ, മണ്ഡൽ പ്രശ്നം അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ചോദിക്കും. ദെൻ റാഡിക്കൽ ടേൺ ഇൻ എക്കണോമിക് പോളിസി, സാമ്പത്തിക നയത്തിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ. ദെൻ ബാബറി മസ്ജിദ് ഡിമോളിഷ്ഡ്, ബാബറി മസ്ജിദിൻ്റെ തകർച്ച. ദെൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ, രാജീവ് ഗാന്ധിയുടെ വധം. ഇങ്ങനെ 5 പോയിന്റുകൾ നമുക്ക് ചോദിക്കും. ഇതിന്ന് തന്നെ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഇതിലേതെങ്കിലും ഒന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്, ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ ചെറുതായിട്ട് ബാബറി മസ്ജിദ് സംഭവം എന്താണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസുകളിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒഴിവാക്കരുത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് എന്തൊക്കെയാണ് ആ 5 സംഭവങ്ങൾ ചോദിച്ചാൽ, എൻഡ് ഓഫ് കോൺഗ്രസ് സിസ്റ്റം, കോൺഗ്രസിൻ്റെ പരാജയം, അതിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമായിരുന്നു ഈ സംഭവം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പരാജയത്തിൻ്റെ തുടക്കം എന്നുള്ളത് നോക്കിയാൽ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന്, 1989 ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി നമുക്ക് അന്ന് 197 സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. തൊട്ട് മുമ്പ് 1984 നടന്ന ഇലക്ഷനിൽ 415 സീറ്റ് നേടിയ കോൺഗ്രസ്സിന് 5 വർഷം കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി വീണ്ടും മത്സരിച്ച ആ ഇലക്ഷനിൽ 197 സീറ്റായി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയ ഒരു പരാജയം. അതിനുശേഷം നമ്മൾ 1991 വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു. ചെറിയ തോതിലെ പുരോഗതിയൊക്കെ ഉണ്ടായി. 1989 കുറച്ച് മെച്ചപ്പെട്ട ലെവലൊക്കെ വന്നെങ്കിലും ശരിക്കും കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പുരോഗതിയെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് അതൊരു തകർച്ച തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1989 ആ ഒരു സാഹചര്യത്തിൽ മറ്റേതൊരു പാർട്ടിയേക്കാളും മുന്നിൽ നിന്നിരുന്ന കോൺഗ്രസ്, ദീർഘകാലം ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് 1989 തിരഞ്ഞെടുപ്പ് ഒരു പരാജയം തന്നെയായിട്ട് മാറി. അതായത് ഇന്ദിരാഗാന്ധി മരിക്കുന്നു, അതിനുശേഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുന്നു. എന്നിട്ടും ആ 5 വർഷം ഭരിച്ച് അത് കഴിഞ്ഞ് നടന്ന ഇലക്ഷനിൽ വമ്പിച്ച പരാജയമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം, എങ്കിലും അതൊരു പരാജയം. അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തേത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, മണ്ഡൽ പ്രശ്നം എന്ന് പറയും. അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതായത് ആരുടെ കാലത്താണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വരുന്നത് എന്ന് ചോദിക്കും. VP സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ്, ദേശീയ മുന്നണി സർക്കാർ എന്നാണ്. ആ വാക്ക് ഓർത്ത് വയ്ക്കുക. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, VP സിംഗ്, ദേശീയ മുന്നണി സർക്കാർ, നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് എന്ന പേര് ഓർത്ത് വയ്ക്കുക.
അതായത് ഇത് മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കി, അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, അതായത് പിന്നോക്ക വിഭാഗക്കാരായ ആളുകൾക്ക് ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 27% സംവരണം ഏർപ്പെടുത്തുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നോക്ക വിഭാഗക്കാർ, അതായത് 1990കളിൽ ദേശീയ മുന്നണി സർക്കാർ OBC-ക്കാരെ സഹായിക്കുന്നതിന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന BP മണ്ഡൽ എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിലാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അങ്ങനെ OBC-ക്കാരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അതിനോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും അതുപോലെ സർക്കാർ ജോലികളിലും 27% സംവരണം ഉറപ്പുവരുത്തുന്ന നയമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തത്. ആദ്യം അതായത് തുടക്കത്തിൽ ഇത് വേണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്നെങ്കിലും 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. പലയിടത്തും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അത് വിജയകരമായി പാസ്സാക്കി. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് ഒരുപാട് പേർ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അടുത്ത സംഭവം എന്താണെന്ന്, അപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് വരുമ്പോൾ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ, ദേശീയ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ VP സിംഗ് ഗവൺമെൻറ് നടപ്പിലാക്കിയ നയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇത് തയ്യാറാക്കിയത് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന BP മണ്ഡൽ എന്ന് പറയുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇത് പിന്നോക്ക വിഭാഗക്കാർക്ക് ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 27% സംവരണം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ റിസർവേഷൻ കോട്ട, അതായത് ദ നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ലെഡ് ബൈ VP Singh decided to implement the recommendations of the Mandal Commission appointed by the central government to study the problems of other backward caste and solve them. This led to major upheavals in Indian politics. ഇനി അടുത്ത് നമുക്ക് ഇന്നോവേഷൻസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് ചോദിച്ചാൽ 1991കളിൽ നമ്മുടെ ഇന്ത്യയിൽ രാജീവ് ഗാന്ധി അതായത് 1989 തെരഞ്ഞെടുപ്പിൽ ചെറിയ പരാജയം ഉണ്ടായെങ്കിലും 91 രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക വികസന പദ്ധതികൾ നടപ്പിൽ വരുന്നത് 1991കളിലാണ്. അത് രാജീവ് ഗാന്ധി പുതിയ സാമ്പത്തിക വികസന നയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഉദാരവൽക്കരണം, അതുപോലെ തന്നെ അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിങ്ങനെയുള്ള സാമ്പത്തിക ഗ്ലോബലൈസേഷൻ, LPG, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന സാമ്പത്തികവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു. ഇന്നും പുതിയ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ, അതായത് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നതിന് ആ ഇലക്ഷനിൽ രാജീവ് ഗാന്ധി ഇലക്ഷൻ സമയത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുള്ള വ്യക്തി, അതായത് നമ്മുടെ 1991കളിൽ അധികാരത്തിലേക്ക് വന്നിട്ടുള്ള PV നരസിംഹറാവു ഗവൺമെൻറ് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായി ഇത് നടപ്പിലാക്കുകയും രാജ്യത്തിൽ LPG എന്നാണത് ചുരുക്കത്തിൽ അറിയപ്പെടുക, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന സാമ്പത്തിക നയം ഇന്ത്യയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് മാറി. ഇന്നും ഗവൺമെൻറ്റുകൾ ആ നയം തന്നെ തുടരുന്നു. നെക്സ്റ്റ് വൺ ബാബറി മസ്ജിദ് സംഭവം എന്നാണ്. 1992 ഡിസംബറിൽ അയോധ്യ നഗരത്തിലെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വലിയ പള്ളി തകർത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം. അതായത് ബാബറി മസ്ജിദിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലുണ്ടായ വർഗീയത അത് അതിൻ്റെ എത്രത്തോളം മോശമായ സ്റ്റേജിലായി എന്നതിൻ്റെ തെളിവാണ് അത് നമ്മൾക്ക് ആ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെയൊക്കെ മനസ്സിൽ നമ്മളുടെ അയോധ്യ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ജന്മനാടാണ് എന്നാണ്. അപ്പോൾ ശ്രീരാമൻ്റെ ജന്മനാടായ അയോധ്യയിൽ ശ്രീരാമൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ബാബറി മസ്ജിദ് എന്ന പള്ളി പണികഴിപ്പിച്ചതെന്നും വിശ്വസിച്ചുകൊണ്ട് ആ പള്ളി അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായവുമായി ഒരു കൂട്ടം ആളുകൾ ഉയർത്തെഴുന്നേറ്റു. ആ ഒരു സമയത്താണ് തർക്ക പ്രശ്നമായി മാറുകയും 1986 ഫൈസാബാദ് കോടതി ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ആ പള്ളി ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു. പക്ഷെ അത് പിന്നീട് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. കാരണം ഇത് 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ബാബറി മസ്ജിദ് പള്ളിയാണ്. മുഗൾ ചക്രവർത്തിയുടെ സൈന്യാധിപനായ മിർബാക്ഷിയാണത് പണികഴിപ്പിച്ചത്.
പക്ഷേ നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ജന്മനാട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഇത് ഹിന്ദുക്കളുടെ പുണ്യനഗരമാണ് എന്ന്. അതിൻ്റെ പേരിൽ തർക്കങ്ങൾ വന്നു. 1940 ഈ പള്ളി അടച്ചുപൂട്ടി. 1986 പള്ളി എല്ലാവർക്കുമായിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷെ അത് ഒരു പരിധിവരെ തർക്കങ്ങൾ തുടരുന്നതിന് കാരണമായി BJPയും RSSും VHPയും ചേർന്ന് പലയിടത്തും ക്യാമ്പയിനുകളും പൊതുയോഗങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് രഥയാത്രകളൊക്കെ സംഘടിപ്പിച്ച് പള്ളി പൊളിച്ചു മാറ്റണമെന്നും അവിടെ രാമക്ഷേത്രം പണിയണമെന്നും തീരുമാനങ്ങളായി. അതിനായി കർസേവ പ്രവർത്തകർ സംഘടിപ്പിച്ചു. ഇതോടെ പ്രശ്നം രൂക്ഷമാവുകയും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തതോടുകൂടി സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് പള്ളിക്ക് യാതൊരു കേടുപാടുകളും സംഭവിക്കരുത്, ക്ഷതം സംഭവിക്കരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ആയിരക്കണക്കിന് സന്നദ്ധ സേവകർ 1992 ഡിസംബർ 6 അയോധ്യയിൽ ഒത്തുകൂടുകയും ആ പള്ളി അവർ കർസേവ പ്രവർത്തകരെ പൊളിച്ചു മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ ബാബറി മസ്ജിദ് ഇൻസിഡൻറ്റ് എന്ന പേരിൽ, ബാബറി മസ്ജിദ് സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ്, അതായത് ആ പള്ളി സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന ഉത്തരവ് പാലിക്കാത്തതിൻ്റെ പേരിൽ അയോധ്യയിൽ സംഭവിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും എല്ലാ സംഭവങ്ങൾക്കും BJP ഉത്തരവാദിയല്ല എന്നും അത് സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞ് BJP മാപ്പ് പറഞ്ഞെങ്കിലും ആ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഉത്തർപ്രദേശിലെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് രാജിവെച്ച് പുറത്തു പോകാൻ സർക്കാർ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്തായാലും ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി മാറുകയും രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായതാണ് 1984 സിഖ് കലാപം എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സിഖ് കലാപം ഇതിനെ തുടർന്നുണ്ടായ 2002 2014 ഒക്കെ കലാപങ്ങൾ ഇതിന് മുമ്പുണ്ടായിരുന്നു. അതായത് നമ്മളെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന സിഖ് കലാപങ്ങളും ഒക്കെ നമുക്ക് വർഗീയതയായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ ഒരു പരിധിവരെ രാജ്യത്തിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാവുന്നതിന് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. തുടർന്ന് 2002 ഗുജറാത്തിൽ കർസേവ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന തീവണ്ടിയുടെ ബോഗി തീപിടിക്കുകയും 57ഓളം പേര് കൊല ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടി ഗുജറാത്തിൽ വർഗീയ കലാപങ്ങൾ രൂപം കൊള്ളുന്നതിനത് വഴിതെളിയിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ബാബറി മസ്ജിദ് സംഭവം. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ടതാണ്. ആ പള്ളി 1992 ഡിസംബർ 6 BJPക്കാർ, അതായത് RSSകാരും വിശ്വ ഹൈന്ദു പരിഷത്തുകാരും കർസേവ പ്രവർത്തകർ ചേർന്ന് അതിനെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇനി 5ാമത്തെ സംഭവം, അതായത് 1 കോൺഗ്രസിനുണ്ടായ പരാജയം, 2 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, 3 സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റങ്ങൾ, 4 ബാബറി മസ്ജിദ്. 5ാമത്തെ സംഭവം രാജീവ് ഗാന്ധിയുടെ വധം എന്നുള്ളതാണ്. 1991 രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് പെരമ്പത്തൂർ എന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് അവിടെ അദ്ദേഹം ബോംബ് സ്ഫോടനത്തിന് ഇരയാവുകയും ചെയ്തത്. അങ്ങനെ 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും വലിയ ഒറ്റകക്ഷിയായി. 89 തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വൻ ശക്തിയോടെ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ അന്ന് കോൺഗ്രസിൻ്റെ ഭരണം ഏറ്റെടുത്തത് PV നരസിംഹറാവു എന്ന് പറയുന്നതാണ്. തമിഴ്നാട് ഗവൺമെൻറ് അവിടെ വെച്ചിട്ട് രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അവർ അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് ആരാണ് അപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 5 പോയിന്റ് നോട്ട് ചെയ്തതിനൊപ്പം ആരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിക്കും, VP നരസിംഹറാവു. ഏത് പാർട്ടിയാണ് എന്ന് ചോദിച്ചാൽ ദേശീയ മുന്നണി സർക്കാർ, നാഷണൽ ഫ്രണ്ട് സർക്കാർ ഗവൺമെൻറ്. അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണ്, ആരാണത് തയ്യാറാക്കിയത് ചോദിച്ചാൽ BP മണ്ഡൽ എന്ന് പറയുന്ന ആളാണ്. OBCക്കാർക്ക് 27% ജോബ് റിസർവേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർവേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാപകനാര്. ഈ പാഠത്തുനിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് 1 വേർഡ്, എല്ലാ വർഷവും ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബഹുജൻ സമാജ്വാദി BSPയുടെ സ്ഥാപകനാര് എന്ന് ചോദിക്കും, കൻഷീറാം. BSPയുടെ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനാര് എന്ന് ചോദിക്കും, കൻഷീറാമാണ്.
ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ 4 പോയിന്റ് കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ എലമെൻറ്റ്സ് കോൺഷ്യസ്നെസ് സീൻ ഇൻ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്സ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ആധുനിക രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എഗ്രീയിങ് ദ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി. നമ്മൾക്കിപ്പോൾ ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അവിഭാജ്യമായ മാറ്റം വരുത്തിയ 4 ഘടകങ്ങൾ. അതായത് ഗ്രോയിങ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ സമവായം. സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്ന് തീരുമാനിച്ചു. അതിന് രാജ്യത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ 4 മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, എഗ്രീയിങ് ടു ന്യൂ എക്കണോമിക് പോളിസീസ്, conformity to the political and social demands of the backward caste, recognition of the role of state level parties in the governance of the country, emphasis on practical considerations rather than ideological positions in politics. അതായത് ചില രാഷ്ട്രീയ കക്ഷികൾ പുതിയ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പാർട്ടികളും ഈ നയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും ഇന്ത്യയെ ലോകത്തിലെ ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറ്റുമെന്നും ഈ രാഷ്ട്രീയ കക്ഷികൾ ഉറച്ചു വിശ്വസിക്കുന്നു. 2, പിന്നോക്ക ജാതിക്കാരെയും അവരുടെ ആവശ്യങ്ങളെയും നിരാകരിക്കാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെട്ടു. പിന്നോക്ക ജാതിക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സംവരണം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് അധികാരങ്ങൾ കൊടുക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ സംസ്ഥാനതല പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കുറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ 1991 തെരഞ്ഞെടുപ്പിൽ കണ്ടാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ, പക്ഷേ അവിടെ ആ ഭൂരിപക്ഷം ഒന്നും കൂടി സ്ട്രോങ് ആവുന്നത് തമിഴ്നാട്ടിലെ AIADMKയുടെ മൊത്തം സീറ്റുകൾ കൂടി അവർക്ക് കൊടുക്കുമ്പോഴാണ്. അതുപോലെ നിർണായക ഘട്ടങ്ങളിൽ ദേശീയ പാർട്ടികൾക്ക് ലോക്കൽ പാർട്ടികളുടെ, പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം വളരെ കൂടുതലായിട്ട് മാറുന്നു. ലാസ്റ്റ് വൺ, emphasize on practical consideration rather than ideological positions in politics എന്നുള്ള പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രായോഗിക പരിഗണനകൾക്ക് വഴിമാറുന്നൊരവസ്ഥ നമുക്ക് കാണാം. അതായത് BJPയുടെ ഹിന്ദുത്വവാദത്തോട് താല്പര്യമില്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ചില പാർട്ടികൾ BJPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകാൻ മറക്കരുത്. AB കോളങ്ങൾ ചോദിക്കാൻ ഉള്ളതാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എപ്പോഴാണ്, OBC നയം നടപ്പിലാക്കിയത് ഏത് റിപ്പോർട്ടാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക, മറക്കരുത്. കൻശിറാമിൻ്റെ കാര്യം മറക്കാതെ പഠിക്കുക. ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനാണ് കൻശിറാം, അത് മറക്കരുത്. പിന്നെ അയോധ്യ സംഭവം ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതോടുകൂടിയാണ്. അപ്പോൾ അത് 1992 ഡിസംബർ 6 മറക്കരുത്. കല്യാൺ സിംഗ് ആയിരുന്നു അന്ന് അവിടുത്തെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ രാജിവെച്ച് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് പോകാം കേട്ടോ. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമുക്കുള്ളത്. ഇതിൽ നിന്ന് ചോദിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററിലൊന്ന് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാലയളവിൽ ശീതസമരം അത് എങ്ങനെയാണ്, കോൾഡ് വാർ എന്താണ് എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ USA കോസ്റ്റൽ ഏരിയയിൽ കിടക്കുന്ന, അമേരിക്കയുടെ കോസ്റ്റൽ ഏരിയയിൽ കിടക്കുന്ന, തീരപ്രദേശത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ. ഇത് 1959 മുതൽ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യ ഈ ക്യൂബയുടെ കാര്യത്തിൽ, അമേരിക്കയുടെ മുന്നിൽ കിടക്കുന്ന ക്യൂബ എന്ന രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം. ആ കുഞ്ഞു രാജ്യം അമേരിക്കയുടെ കോസ്റ്റൽ ഏരിയയിലാണ്, തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1959 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, അതായത് ഫ്യൂഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയൊക്കെ ഒന്ന് പിടിച്ച് സ്വന്തമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ക്യൂബയും അവരുടെ ഭാഗമായിട്ട് മാറി. ശീതസമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന നികിത ക്രുഷ്ചേവ് അവ കോർത്തു വയ്ക്കുക. ശീതസമരകാലം, അതായത് നമുക്ക് കോൾഡ് വാർ പീരീഡ് കൂടിയാണിത്. അതായത് കോൾഡ് വാർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചപ്പോൾ, 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സാമ്പത്തികമായിട്ട്
പരാജയപ്പെട്ടു. ആ സമയത്ത് അമേരിക്കയും മറ്റൊരു ശക്തരാജ്യമായ സോവിയറ്റ് യൂണിയനും ചേർന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവണം എന്നതാണ് കാര്യം. അപ്പോൾ അങ്ങനെ അവർ 1945 ശേഷം ലോകരാജ്യങ്ങൾ 2 ഗ്രൂപ്പായിട്ട് മാറി. അമേരിക്കയുടെ കൂടെ ചേരുന്നവർ നാറ്റോ, സീറ്റോ, സെൻറ്റോ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ സൈനിക സഖ്യങ്ങൾ, കോൾഡ് വാറിനെ തുടർന്നുണ്ടായ സൈനിക സഖ്യങ്ങളാണ് നാറ്റോയും സീറ്റോയും സെൻറ്റോയും. ഇവരൊക്കെ അമേരിക്കയുടെ കൂടെ ഉള്ളതാണ്. അതേസമയം സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേർന്നിട്ടുള്ളവർ വാഴ്സ ഉടമ്പടി എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ കൂടെ ചേർന്നാൽ അത് വാഴ്സ ഉടമ്പടി എന്നും, ഇനി അതേപോലെ തന്നെ അമേരിക്കയുടെ കൂടെ ചേരുമ്പോൾ നാറ്റോ, സീറ്റോ, സെൻറ്റോയും, സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേരുന്നവർ വാഴ്സ ഉടമ്പടി എന്ന പേരിൽ. ഇത് കൂടാതെ വിയറ്റ്നാം, വടക്കൻ കൊറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും സോവിയറ്റ് യൂണിയൻ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിഭജനം, സാമ്പത്തിക വിഭജനം നമുക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അപ്പോൾ നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേർന്നിട്ടുള്ള സൈനിക സഖ്യത്തിൻ്റെ പേരെന്ത് ചോദിക്കും. അപ്പോൾ വാഴ്സ ഉടമ്പടി എന്ന് പറയാം. അമേരിക്കയുടെ കൂടെ ചേർന്നിട്ടുള്ള സൈനിക സഖ്യത്തിൻ്റെ പേര് കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് കേട്ടോ നാറ്റോ, സീറ്റോ, സെൻറ്റോ എന്നാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കണം, പൂർണ്ണ രൂപം എഴുതാൻ കൂടെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സീറ്റോ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻറ്റോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഈസ്റ്റ് നോർത്ത് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ഇത് കാണാതെ ഒന്ന് പഠിച്ചു വെക്കണേ മൂന്നും. നമുക്ക് അറിയേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കോൾഡ് വാർ പീരീഡ് ഉണ്ടാവുന്നുണ്ട്. അതായത് യുദ്ധമേ ഇല്ലാതെ അമേരിക്ക ഞാൻ വലുത് എന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ ഞാനാണ് വലുത് എന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നതാണ് കോൾഡ് വാർ. 2 രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, കൂടുതൽ അംഗരാജ്യങ്ങളെ ചേർക്കുന്നു. ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുകയാണെങ്കിലും യുദ്ധമൊന്നും ഉണ്ടാവാതെ പോകുന്നൊരവസ്ഥയാണ് കോൾഡ് വാർ. അപ്പോൾ ആ യുദ്ധം ഉണ്ടാകാതെ പോകുന്ന യുദ്ധത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുദ്ധമില്ലാതെ പോകുന്ന സമയത്താണ് ആളുകളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് നടക്കുന്നൊരു സംഭവ വികാസമാണ് 1960s പീരീഡുകളിലുണ്ടായ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണത് നോക്കാം. ആ കാലത്ത് ആരാണ് അമേരിക്കയുടെ പ്രസിഡന്റ്, ആരാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായി വരുന്നത് നികിത ക്രുഷ്ചേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റായി വരുന്നത് ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. അമേരിക്കയുടെ ഭരണാധികാരി ജോൺ എഫ് കെന്നഡിയും സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരി നികിത ക്രുഷ്ചേവും ആണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തൻ്റെ മുന്നിൽ കിടക്കുന്ന അമേരിക്കയുടെ മുന്നിൽ കിടക്കുന്ന ക്യൂബയെ തൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെ അന്ന് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൂടെ ചേർക്കുന്ന രാജ്യങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന പതിവ് 2 രാജ്യങ്ങൾക്കും, അതായത് അമേരിക്ക ആരെയാണോ കൂടെ കൂട്ടുന്നത് അവിടെ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കുക, സോവിയറ്റ് യൂണിയൻ ആരെയാണോ കൂടെ കൂട്ടുന്നത് അവിടെ ആയുധങ്ങൾ ശേഖരിക്കുക എന്നുള്ള പ്രൊസീജിയർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് അമേരിക്ക അപകടം മണത്തത് ക്യൂബയിൽ കുറേ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചപ്പോഴൊന്നും അത് വലിയൊരു പ്രശ്നമായിട്ട് അമേരിക്കയുടെ മനസ്സിൽ തുടക്കത്തിൽ തോന്നിയില്ലെങ്കിൽ പിന്നീട് അത് വലിയൊരു അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഈ ആയുധങ്ങൾ സോവിയറ്റ് യൂണിയനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ ആയുധങ്ങൾ അവരെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇടുകയും ചെയ്തു. അപ്പോൾ ആ ഉത്തരവുകൾ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ സ്വാഭാവികമായും ക്യൂബയിൽ വെച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ആ സംഭവം, അതായത് ആ ആയുധങ്ങൾ എടുത്തു മാറ്റുന്നത് വരെയുള്ള ഒരു 3-4 മാസക്കാലത്തെ സംഭവ വികാസങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്ക് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ആ മിസൈൽ അവിടെ നിന്ന് അവർ മാറ്റി പാർപ്പിക്കുന്നത് വരെ ലോകത്തിൻ്റെ മുന്നിൽ ഒരു തർക്കം തന്നെ, അതായത് പേടിയും തർക്കവും എല്ലാം. ആരാണ് വലുത്? സോവിയറ്റ് യൂണിയനാണോ വലുത്, അല്ല അമേരിക്കയാണോ വലുത് എന്നുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിൽ ആയുധ ശേഖരണത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. എന്തായാലും സൈനിക മത്സരങ്ങളും സൈനിക സഖ്യങ്ങളും അധികാര മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ശീതസമരം അവിടെ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് കോൾഡ് വാർ എന്ന് ചോദിക്കും. കോൾഡ് വാർ ചോദിച്ചാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തെ 2 ചേരികളായി മാറുകയും ഓരോ രാജ്യത്തെയും അവരവരുടെ ഓരോ ചേരികൾ ചേർക്കുകയും
അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ ആയുധ ശേഖരണങ്ങളിലും അംഗരാജ്യങ്ങളെ ചേർക്കുന്ന കാര്യത്തിലും അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ആ കോമ്പറ്റീഷൻ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ കോൾഡ് വാർ അഥവാ ശീതസമരം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും ഓർത്ത് വയ്ക്കുക. സൈനിക സഖ്യങ്ങൾ ഓർത്ത് വയ്ക്കുക. മിലിറ്ററി അലയൻസ് അമേരിക്കയുടെ കൂടെ ഉള്ളത് നാറ്റോ, സീറ്റോ, സെൻറ്റോ. അപ്പോൾ നാറ്റോ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സീറ്റോ എന്നുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻറ്റോ എന്നുള്ളത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. മറക്കരുത്. സോവിയറ്റ് യൂണിയൻ്റെ കൂടെയുള്ളത് വാഴ്സ പാക്റ്റ്, വാഴ്സ ഉടമ്പടി എന്ന് പറയും. കൂടാതെ മറ്റ് രാജ്യങ്ങൾ വിയറ്റ്നാം, വടക്കൻ കൊറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. ഇനി നമുക്കിവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് വൻ ശക്തികൾ ഈ ചെറിയ രാജ്യങ്ങളെ അവരുടെ കൂടെ കൂട്ടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനൊരു 5 പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. അതായത് ചെറിയ രാജ്യങ്ങളിലാണെങ്കിലും അവരുടെ കൈവശം ധാരാളമായിട്ട് ഓയിൽ ആൻഡ് മിനറൽസ് കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. അതായത് എണ്ണയും പെട്രോളിയം നിക്ഷേപങ്ങളും ധാതുക്കളും ഒക്കെ ധാരാളമായിട്ട് ഈ രാജ്യങ്ങളുടെ കൈവശം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അംഗരാജ്യങ്ങളെ കൂടെ ചേർക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ മുഴുവനും ആ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും എന്തെടുക്കുക എന്നുള്ളതാണ്, ആ പെട്രോളിയം സമ്പത്ത് എടുക്കുക, സ്വന്തമാക്കുക എന്നുള്ളതാണ്. ദേ കുഡ് പ്രൊവൈഡ് ആക്സസ് ടു വിറ്റൽ റിസോഴ്സസ് ലൈക്ക് ഓയിൽ ആൻഡ് മിനറൽസ്. ആ സമ്പത്ത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, വൻ ശക്തികൾ തങ്ങളുടെ സൈനിക ആയുധ താവളങ്ങൾ നിർമ്മിക്കുന്നത് ചെറിയ രാജ്യങ്ങളിലാണ്. നമ്മൾ കണ്ടു, ക്യൂബയിൽ 12ഓളം മിസൈലുകൾ കൊണ്ടുവച്ചിട്ടാണ് സോവിയറ്റ് യൂണിയൻ അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ദ സൂപ്പർ പവർ ബിൽറ്റ് ദയർ മിലിറ്ററി സെൻറ്റേഴ്സ് ഇൻ സ്മോൾ കൺട്രീസ് വേർ ഫ്രം ദേ കുഡ് ലോഞ്ച് ദയർ വെപ്പൺസ്. നെക്സ്റ്റ് വൺ, ദേ കുഡ് കണ്ടക്ട് സ്പൈ വർക്ക് ഓൺ ദയർ എനിമീസ്. അതുപോലെ തന്നെ പ്രതിയോഗികൾക്കെതിരായിട്ട് ചാരപ്പണി ചെയ്യുന്നതിന്, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ശേഖരിക്കുന്നതിന് അവർക്ക് ഈ ചെറിയ രാജ്യങ്ങൾ പറ്റിയൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നെക്സ്റ്റ് വൺ, ദേ കുഡ് ഈവൺ പ്രൊവൈഡ് എക്കണോമിക് സപ്പോർട്ട് ടു മീറ്റ് ദ മിലിറ്ററി എക്സ്പെൻസ്. അതായത് ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളെ ആവശ്യം വരുമ്പോഴൊക്കെ സാമ്പത്തികമായി സഹായിച്ചു. അതായത് അവർക്ക് വലിയൊരു ബലമാണ്. നമ്മൾ അമേരിക്കൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയാണോ പറയുമ്പോൾ ചെറിയ രാജ്യങ്ങൾക്ക് അതൊരു പവറാണ്. അതുകൊണ്ട് തന്നെ വലിയ രാജ്യങ്ങളായ ഇവർ ആവശ്യപ്പെടുമ്പോഴൊക്കെ പണം കൊടുത്ത് സഹായിക്കാനും ചെറിയ രാജ്യങ്ങൾ തയ്യാറായിരുന്നു. അപ്പോൾ അതൊരു എക്കണോമിക് സപ്പോർട്ടാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്രത്തിലും ചെറുകിട രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്നു. They had ideological reasons for trying to win the loyalty of the allies. അപ്പോൾ അത് പലപ്പോഴും യുദ്ധത്തിന് ഈ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ രാജ്യങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ളതും, അതുപോലെ യുദ്ധത്തിന് ആവശ്യമായ പണം വസൂലാക്കാനും അത് അവരെ സഹായിക്കും. അതുപോലെ ചെറുകിട രാജ്യങ്ങൾ, വൻകിട ശക്തികൾക്ക് അവരുടെ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ ഈ ചെറിയ രാജ്യങ്ങളുടെ സഹായം വളരെ കൂടുതലാണ്. അപ്പോൾ സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് ക്യാപിറ്റലിസ്റ്റ് പവേഴ്സ് വാണ്ടഡ് ടു പ്രൂവ് ദി ലിബറൽ ഡെമോക്രസി ആൻഡ് ക്യാപിറ്റലിസം വേർ ഫാർ ബെറ്റർ ദാൻ സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. അതായത് ചില രാജ്യങ്ങൾക്ക് ക്യാപിറ്റലിസവും ഡെമോക്രസിയും ഇഷ്ടമായിരിക്കും, അവിടെ സോഷ്യലിസത്തേക്കാൾ കമ്മ്യൂണിസത്തേക്കാൾ അത് ഗുണം ചെയ്യും. തിരിച്ച് ചില രാജ്യങ്ങൾക്ക് സോഷ്യലിസവും കമ്മ്യൂണിസവും ഇഷ്ടമാണെങ്കിൽ അത് നടപ്പിലാക്കാനും അവർക്ക് ഗുണം ചെയ്യും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഇതിനെതിരായി, അതായത് നമ്മൾ അമേരിക്കയുടെ കൂടെയും ചേരുന്നില്ല, സോവിയറ്റ് യൂണിയൻ്റെ കൂടെയും ചേരുന്നില്ല എങ്കിൽ അടുത്ത വഴി എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ചേരിചേരാ പ്രസ്ഥാനം. ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ, ആഫ്രിക്ക വൻകരകളിലെ മറ്റ് കുറേ രാജ്യങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു. നമ്മൾ അമേരിക്കയുടെ കൂടെ ചേർന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ ശത്രുവായി മാറാം, സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേർന്നാൽ അമേരിക്കയുടെ ശത്രുവായി മാറാം. അത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തനിച്ച് നിൽക്കാം, ആരുമായും യുദ്ധം വേണ്ട നമുക്ക്. അങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ആൾക്കാരുകൾ ചേർന്ന് ഈ കോൾഡ് വാർ പീരീഡിൽ ഫോം ചെയ്യാൻ തീരുമാനിച്ച ഓർഗനൈസേഷൻ്റെ പേരാണ് നാം എന്ന് പറയുക, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 5 പേരുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിന് എല്ലാറ്റിനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അന്ന് ഈജിപ്തുകാരനായിട്ടുള്ള ഗമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ ടിറ്റോ, യുഗോസ്ലോവിയയുടെ ഭരണാധികാരിയെ ജോസിഫ് ടിറ്റോ എന്ന് പറയുന്ന ആളുണ്ട്. അതോടൊപ്പം പിന്നീട് ഇന്തോനേഷ്യയുടെ നേതാവായിട്ടുള്ള സുഗോർണോയും ഗാനയുടെ നേതാവായ എൻ ക്രൂമ എന്ന് പറയുന്ന ആളും ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കോൾഡ് വാർ പീരീഡിൽ
ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയുമായും സോവിയറ്റ് യൂണിയനുമായും സൗഹൃദ ബന്ധം മാത്രം മതി, അലയൻസ് വേണ്ട, മിലിറ്ററി അലയൻസ് വേണ്ട, സൈനിക സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ടിറ്റോ, നെഹ്റു, അബ്ദുൽ നാസർ, സുകോർണോ, എൻക്രോമ ഇവർ 5 പേരാണ് അതിലുള്ളത്. അപ്പോൾ യുഗോസ്ലോവിയയുടെ ഭരണാധികാരി ടിറ്റോ, ഇന്ത്യയുടെ ഭരണാധികാരി നെഹ്റു, ഈജിപ്തിൻ്റെ ഭരണാധികാരി ഗമാൽ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയുടെ ഭരണാധികാരി സുകാർണോ, ഗാനയുടെ ഭരണാധികാരി എൻക്രോമ. ഇവർ 5 പേർ ചേർന്നാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചെടുത്താൽ മതി. ഇതൊക്കെ ഏകദേശം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ 5 ആളിൻ്റെ പേര് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അതേപോലെ തന്നെ നമുക്കൊരു പൂർണ്ണരൂപം എഴുതാൻ വേണ്ടി ചോദിക്കുന്ന 2 പോയിന്റുകൾ കൂടി ഉണ്ട്. ഒന്ന് LTBT, മറ്റൊന്ന് NPT എന്നുള്ളതാണ്. LTBT എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയും. അതായത് അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആയുധങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കിക്കൊണ്ട് ലോകമഹായുദ്ധം 3ാമതൊരെണ്ണം ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നതും ആയുധങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്ന ആവശ്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയുടെ പേരാണ് LTBT എന്ന് പറയുന്നത്. ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയും. ആണവ വെപ്പൺസ്, ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് NPT, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. ഇത് 1967 അതങ്ങനെ തുടക്കം കുറിച്ച് 1995 വരെ അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആക്റ്റീവ് ആകുന്നത് 1968 ജൂലൈയിലാണ്. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പാസ്സാകും. അടുത്ത ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് ഈ പോർഷൻ അവസാനിപ്പിക്കാം. നന്നായിട്ട് പഠിക്കുക, നിറയെ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.